ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായി സന്തോഷമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. ഇന്നത്തെ വീഡിയോ പറയുന്നത് കഴിഞ്ഞ നമ്മളെ ലോങ് വീഡിയോൻ്റെ പിറ്റത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് മുഹറം 9, 10, 2 ദിവസത്തെ നോമ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിൽ രണ്ടാമത്തെ ദിവസത്തെ മുഹറം 10ൻ്റെ നോമ്പിൻ്റെ അന്നത്തെ ആ ഒരു വീഡിയോ ആണ്. ഉച്ച കഴിഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഇപ്പം അങ്ങനെ കാര്യമായിട്ട് പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഈ പണി എടുക്കുന്നതല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കണം. ഇപ്പം എന്തായാലും വീഡിയോ എടുക്കാനുള്ളൊരു വകുപ്പില്ല. ഒന്നെങ്കിൽ രാവിലത്തെ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരത്തെ. അതല്ലാത്തപ്പോൾ നമ്മളിപ്പം അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പോകണതും ഇതാക്കണതും അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഉണ്ടാവുക. ഞാൻ എപ്പം പറയണ പോലെ തന്നെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. എപ്പോഴും ഇങ്ങനെ ടൂറ് പോവുക, അവിടെ പോവുക. ചില വീഡിയോസിലൊക്കെ ഞാൻ കാണലുണ്ട് കേട്ടോ. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് പുറത്ത് കറങ്ങാൻ പോകാൻ തോന്നി. നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഇതാകുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. നമ്മൾ സാധാരണക്കാരാണ്. എങ്കിലും വല്ലപ്പോഴൊക്കെ പുറത്ത് പോവലും ഇതാക്കലൊക്കെ ഉണ്ട്. താനും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ ഒരു നോമ്പിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. അതാണ് ഇപ്പോൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നോമ്പിൻ്റെ അന്ന് പിന്നെ എന്താ പറയുക, എന്തെങ്കിലും ഒരു എണ്ണക്കടി ഉണ്ടാക്കാം. പിന്നെ സാധാ വെറുംചോറും കറിയും മതിയെന്നേനു കേട്ടോ. രാവിലെ മുതൽ ഉച്ച വരെ ആ ഒരു വിചാരത്തിലാണ് ഉണ്ടായിരുന്നത്. ഇക്കാനോട് ആദ്യം ചോദിച്ചപ്പോൾ ഇക്ക എന്നാൽ പിന്നെ അങ്ങനെ ആക്കിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ചത്തെ ദിവസത്തെ ആയിരുന്നു. അപ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞേരം ഇക്ക വിളിക്കണ് വെറുംചോറാക്കണ്ട, വേറെ എന്തെങ്കിലും മര്യാദയ്ക്ക് ഉണ്ടാക്കിക്കാളാം, മുഹറം 10 അല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ ഉണ്ടാക്കുക? അപ്പം മന്തീൻ്റെ അരി ഉണ്ട് എന്ന് പറഞ്ഞു. ബിരിയാണി വേണോ നെയ്ച്ചോറ് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് രണ്ടും വേണ്ട, മന്തി വേണോ എന്ന് ചോദിച്ചപ്പോൾ അത് മതി എന്നാണ് കേട്ടോ മക്കളൊക്കെ പറഞ്ഞത്. നമുക്കിവിടെ എല്ലാവർക്കും അതാണ് കേട്ടോ ഇഷ്ടം. മടുപ്പില്ലാണ്ട് ഒരു എന്താ പറയുക, പിറ്റേന്ന് ആവി കയറ്റിയാൽ പോലും നല്ല ടേസ്റ്റിൽ മന്തി കഴിക്കാം. അപ്പം ഉമ്മച്ചി ഉണ്ടാക്കണം, മന്തി തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിന്ന് വിരുന്നുകാരും ഉണ്ട് കേട്ടോ. വിരുന്നുകാർ എന്ന് പറയുന്ന വിരുന്നുകാരല്ല, എന്നാൽ വിരുന്നുകാരുമാണ്. ഉമ്മയാണ് കേട്ടോ, എൻ്റെ ഉമ്മ വരുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, പണികളൊക്കെ കഴിഞ്ഞ് വെറുതെ അങ്ങനെ കിടക്കുമ്പോൾ ഉമ്മ വിളിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഉമ്മാനോട് വർത്താനം പറഞ്ഞേരെ ഞാൻ പറഞ്ഞു, ഉമ്മ ഇന്ന് മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരി നോമ്പുറക്കാനെന്ന് വെറുതെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉമ്മ എന്നാൽ വരാമെന്ന് പറഞ്ഞു. പിന്നെ ഉമ്മ പറഞ്ഞു വരുന്നില്ല, പിന്നെ വരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഉമ്മാനെ സ്വൈര്യം കൊടുത്തില്ല. വരി എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് നിന്ന് അങ്ങനെ ഉമ്മാനെ ഞാൻ വരുത്തിക്കണുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഉമ്മ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും വേഗം പണികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പുരേന്ന് വല്ല നമ്മൾ ഉമ്മയോരൊക്കെ വരിക എന്ന് പറയുമ്പോഴും ഒരു സന്തോഷമാണല്ലേ. എപ്പോഴും ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ. ഞാൻ അന്ന് മീനങ്ങാടി പോയപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, ഒന്ന് നിൽക്കാനും ഇരിക്കാനും നേരമില്ലാണ്ട് പിറ്റേന്ന് തന്നെ അങ്ങോട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിട്ടോ. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യം വന്നതുകൊണ്ട് പുരയിൽ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതേ ഇനി കേട്ടോ. അപ്പം അന്ന് ഒന്നും മര്യാദയ്ക്കൊന്നും പറ്റിയില്ല. ഉപ്പച്ചി പിന്നെ അങ്ങനെയൊന്നും വരൂല കേട്ടോ. ഉപ്പച്ചി അങ്ങനെ കൂടാനൊന്നും വരൂല. അഥവാ വന്ന് പോകുന്നല്ലാതെ അങ്ങനെ വന്ന് എവിടെ അങ്ങനെ വന്ന് കൂടുന്ന ആ ഒരു ശീലമല്ല കേട്ടോ ഉപ്പച്ചിക്ക്. ഉപ്പച്ചീൻ്റെ ആ ഒരു എന്താ പറയുക, അവിടെ തന്നെ നിന്നാലേ ഉറങ്ങിയാലേ കിടന്നാലേ ഒരു സമാധാനം ആവുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഉപ്പച്ചി അങ്ങനെ അങ്ങോട്ട് വരൂല കേട്ടോ. വിളിച്ചാലും വരൂല. അതേപോലെ തന്നെയാണ് കേട്ടോ ആങ്ങളെയും. ഓനക്ക് കാണാൻ പൂതിയായാൽ ഓൻ അങ്ങോട്ട് വരും കാണും, അങ്ങോട്ട് ചായ കുടിച്ചല്ല എന്താ ഉള്ളത് കഴിച്ചിട്ട് ഓൻ അങ്ങനെ പോവുക ചെയ്യുക. പക്ഷെ കൂടൂല കേട്ടോ ഒരു രണ്ടാളും. അപ്പം ഞാൻ എന്തായാലും ഉമ്മാനെ വിളിച്ച് വരുത്തിയിട്ട് ഉമ്മാനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും മര്യാദയ്ക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഇട്ടിട്ട് മസാല ബോണ്ട ഉണ്ടാക്കുക. അതുപോലെ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു മന്തി ഉണ്ടല്ലോ, ആ ഒരു മന്തിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് മസാല ബോണ്ടൊക്കെ ഉള്ളത് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ വേഗം ചോപ്പറിലിട്ടിട്ട് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ കറിവേപ്പിലയൊക്കെ വാട്ടിയെടുത്തു. പിന്നെ ഉള്ളി പച്ചമുളക് അതും കൂടെ അതിലിട്ടിട്ട് അതൊക്കെ നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല വാടി വന്നേരം ഞാൻ അതിലേക്കുള്ള പൊടികൾ, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല ഇത്രയൊക്കെ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങും അതിൻ്റെ ഇടയിൽ ഞാൻ പുഴുങ്ങിയിട്ട് തണുക്കാനൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ നിച്ചുമോള് എന്താ പറയുക
ഉടച്ച് തന്നിട്ടുണ്ട്. ആ ഒരു ഉടക്കുന്ന സാധനം നമ്മളിവിടെ പള്ളിയിൽ നേർച്ചേൻ്റെ സമയത്ത് ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ. അത് ഇന്നാണ് ഉപയോഗിക്കണത്. ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല. വാങ്ങിയിട്ട് നമ്മൾ പാത്രങ്ങൾ എടുത്ത് വെക്കുമല്ലോ, അതിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇന്നാണ് കേട്ടോ അതിൻ്റെ ഉദ്ഘാടനം. അപ്പം നിച്ചുമോക്കൊരു പൂതി, അത് ഞാൻ ആക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഓളത് ഉടച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീരെ വെള്ളമില്ലാതൊക്കെ ആക്കിയതുകൊണ്ട് നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ ആ ഒരു മസാല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അത് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം അതൊക്കെ തണുത്ത് വന്നേരെ പിന്നെ എന്താക്കി, വേഗം അതൊന്ന് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ആ ഒരു ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ചുട്ടെടുത്താൽ മതി. അതിലേക്കുള്ള മാവും ഒന്ന് റെഡിയാക്കി എടുക്കണം, അതൊന്ന് മുക്കി പൊരിക്കാൻ. പിന്നെ എന്താണ് ചിക്കന് അതിൻ്റെ ഇടയിലൊന്ന് പെരക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ആ ഒരു സമയത്തൊക്കെ വേറെ എന്തൊക്കെയോ പറയുകയാണ്. അതാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ പിന്നെ അതിമ പിടിച്ച് അങ്ങനെ പറഞ്ഞു പോകും. വീഡിയോ അങ്ങനെ ഓടുന്നത് പിന്നെ ആയിരിക്കും അതൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞു പോയല്ലോ എന്ന് ഓർമ്മ ആവുക അല്ലേ. അപ്പോൾ ചിക്കന് ഞാൻ സാധാരണ മന്തിയിലേക്ക് പൊരിക്കുന്ന ആ ഒരു രീതിയിൽ പെരക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് വീഡിയോസിൽ മന്തി ഉണ്ടാക്കിയ വീഡിയോസിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ആർക്കും വേണ്ടി വരില്ല എന്ന് വിചാരിക്കും. ഇനി അഥവാ ആർക്കെങ്കിലും ആണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ ലോങ് വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. മന്തീൻ്റെതൊക്കെ ചിക്കൻ മന്തീൻ്റെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് നോക്കി ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മളെപ്പം കാണുന്ന ആൾക്കാർക്ക് എന്തായാലും അത് വേണ്ടി വരില്ല. എന്നാലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ പുതുതായിട്ട് ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കുറച്ച് കൂട്ടുകാരും നമ്മളെ ഫാമിലിയിലേക്ക് വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ വിറകെടുത്ത് അടുപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ഒന്ന് വിറകൊക്കെ ഒന്ന് പുറത്തുനിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അധികം വിറക് അടുപ്പിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കൂല കേട്ടോ. ഇനിയിപ്പോൾ മഴയായാൽ ആ പരിപാടിയൊന്നും നടക്കൂല. കുറച്ച് അധികം തന്നെ എടുത്ത് കൊണ്ടുവെക്കണം. ഒന്നാമത്തെ പിന്നെ അതിൻ്റെ അടിയിൽ അത് ഫുള്ളും മാളങ്ങളായിട്ടുണ്ട് കേട്ടോ. എലിയോ പാമ്പോ അതും ഇതെന്തെങ്കിലുമൊക്കെ അതിൻ്റെ അടിയിൽ വന്ന് നിൽക്കുമോ എന്നുള്ള പേടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് വിറകും കാര്യങ്ങളും കൊണ്ടുപോയിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ കൈയിടുമ്പോൾ ഒരു പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോരോ ദിവസത്തിനുള്ളത് മാത്രമാകുമ്പോൾ കുറച്ചാണല്ലോ ഉണ്ടാവുക, നമുക്ക് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വിറക് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ വേഗം ഞാൻ മസാലയിലേക്കുള്ള ചിക്കനും ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല കേട്ടോ. വീഡിയോ നിച്ചുമോള് എടുത്ത് തന്നതല്ല, ഞാൻ തന്നെ ട്രൈപാഡിൽ വെച്ച് എടുത്തത്. പക്ഷെ ഇതെന്താ സംഭവിച്ചത്, ഇതിങ്ങനെ ആയി പോയെന്നുള്ള അറിയുന്നില്ല കേട്ടോ. നമ്മൾ ആ ഒരു മസാല ബോണ്ട മുക്കി പൊരിക്കാനുള്ള മാവ് റെഡിയാക്കുന്നതാണ്. എന്തപ്പോൾ ഇത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഫോണ് തിരിഞ്ഞു പോയോ അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോയിൽ വ്യത്യാസം വന്നതാണോ എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ കുറച്ച് എന്താ പറയുക മൈദപ്പൊടിയും അതുപോലെ കുറച്ച് പത്തിരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോഴത്തേക്കും ഞാൻ നമ്മളെ എന്താ പറയുക മന്തീൻ്റെ മസാലയിലേക്കുള്ള ബാക്കി ഉള്ളിയും സാധനങ്ങളും അതും ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോപ്പർ ഉള്ളതുകൊണ്ട് ഉള്ളി അരിയൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നലേ ഇല്ല കേട്ടോ. നല്ല ഷട്ടപ്പടേന്ന് അങ്ങോട്ട് പരിപാടി കഴിയും. പിന്നെ ചിക്കനും വേഗം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചിക്കൻ പൊരിക്കുന്ന എണ്ണയിലാണ് കേട്ടോ ഈ ഒരു മസാല ഉണ്ടാക്കുക. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു കഴിക്കാൻ ടേസ്റ്റ് തോന്നുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആ ഒരു പൊരിച്ച ആ ഒരു എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നുക. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ കുറച്ച് നേരത്തെ ചിക്കൻ അങ്ങോട്ട് എന്താക്കിയത് പെരക്കി വെച്ചാൽ വേഗം അതിൽ തന്നെ അങ്ങോട്ട് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 1 കിലോൻ്റെതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 1 കിലോ ചിക്കനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വലിയ ബിരിയാണി പീസിലും കട്ട് ചെയ്തിട്ടില്ല, കറി പീസും അല്ലാത്ത രീതിയിലൊരു മീഡിയം പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ മസാലയൊക്കെ അതിൽ പിടിച്ച് കിട്ടാനും മക്കൾക്കൊക്കെ കഴിക്കാനും അവർക്കൊക്കെ കൊടുക്കാനും ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ ഇക്കാനോട് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് മേടിപ്പിക്കാനാണ് കേട്ടോ പറയൽ. അപ്പോൾ അതായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടുന്ന് മസാലക്കുള്ളതൊന്ന് വാട്ടിയെടുക്കുകയാണ്. ഞാൻ വേഗം ഉമ്മ വരുമ്പോഴേക്കും പണികളൊക്കെ തീർക്കണം എന്നുള്ള ഇതിലാണ് കേട്ടോ. ഇനിയിപ്പോൾ വന്നാലും ഉമ്മാക്കും ഉണ്ടാവും എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ കൂടാനൊക്കെ. അപ്പോൾ അത് വേണ്ട, എല്ലാം തീർത്തിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ വേഗം എണ്ണ നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പുറത്തെ ഈ ഒരു വട്ടച്ചെമ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഉള്ളിയും ക്യാപ്സിക്കം രണ്ടും ഞാൻ ചോപ്പറിലിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതൊന്ന് വാടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒരുവിധം ഒരു മുക്കാൽ വാടൽ വരെ വാടി വരണം. എന്നിട്ടാണ് ബാക്കി സാധനങ്ങളും പൊടികളും കാര്യങ്ങളൊക്കെ ചേർക്കാനുള്ളത്. അപ്പോൾ ഞാൻ അതാക്കുന്നുണ്ട്. പിന്നെ നിച്ചുമോളെ ജ്യൂസ് അടിപ്പിക്കാൻ നിച്ചോളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുപഴമാണ്, ബൂസ്റ്റിൻ്റെ പൊടിയും പാലൊക്കെ ഇട്ടിട്ട് ചെറുപഴമാണ് കേട്ടോ ഇന്ന് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ അതിനുള്ളത് നിച്ചുമോളെ അടിക്കുന്നുണ്ട്. ഓള് ജ്യൂസ് അടിക്കാൻ പഠിച്ചതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ടെൻഷൻ ഇല്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത റമദാനൊക്കെ വന്നാൽ
കഴിഞ്ഞാൽ ജ്യൂസിൻ്റെ കാര്യങ്ങൾ ഓര് നോക്കിക്കോളും. ഇനി അതിൻ്റെ മുന്നാണെന്നുണ്ടെങ്കിൽ നോമ്പിനൊക്കെ ഇക്കയാണ് കേട്ടോ ജ്യൂസ് അടിച്ച് വെക്കലുണ്ടായിരുന്നത്. ബാക്കിയുള്ള പണികളൊക്കെ ഞാനെടുക്കും. എന്നാലും നമുക്ക് ഒരു കൈ സഹായം ഓരോരുത്തു നിന്നൊക്കെ കിട്ടിയാലും ഒരു നല്ലത് തന്നെയാണല്ലോ, അത്രത്തോളം നമുക്ക് കുറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ഓളത് അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചാലും മതിയല്ലോ. അപ്പോൾ ഞാനിതാ വേഗം എൻ്റെ ബാക്കിയുള്ള പണിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഒറ്റൊരു തക്കാളി എടുത്തിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് സോസ് പോലെ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക്, ചുവന്ന കാശ്മീരി മുളക് ഉണ്ടല്ലോ, ആ ഒരു ഉണക്കമുളക് ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ മുന്നേ ഒന്ന് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളായിട്ട് കുറച്ച് കാശ്മീരി മുളകും പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ ആ ഒരു ക്രഷ് ചെയ്ത പൊടി, നമ്മളെ ചിക്കൻ്റെ ആ ഒരു കട്ട ഉണ്ടല്ലോ അത്, പിന്നെ മന്തി മസാല, ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും ഞാൻ പിന്നെ കുരുമുളകൊന്നും ഞാൻ ചേർത്തിട്ടില്ല. എരിവ് അല്ലാണ്ടായാലും ഇനി മക്കൾക്കൊന്നും കഴിക്കാൻ പറ്റാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പ് കാര്യമായിട്ട് വേണം കേട്ടോ. ഞാൻ പറയാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതിനൊക്കെ വിളിച്ച് പറഞ്ഞു, അത് ഇക്കാനോട് പറയാൻ മറന്നു പോയി കേട്ടോ ഞാൻ. അപ്പോൾ അതും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പൊക്കി പറയാമെന്ന് വിചാരിക്കരുത്. എനിക്ക് ഈ ഒരു രീതിയിൽ മന്തി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. മറ്റേ നമ്മൾ പൊരിക്കാതെ അങ്ങനെ ദം ബിരിയാണി വെക്കണ ആ ഒരു രീതിയിൽ ഉണ്ടാക്കൂല, അതിനെക്കാട്ടും എനിക്കിഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു മന്തിയാണ് കേട്ടോ എനിക്കിഷ്ടം. എനിക്കും എൻ്റെ ഇക്കാക്കും മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ ഉമ്മാക്ക് കൊടുത്തപ്പോൾ ഉമ്മാക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതാ ഞാൻ മസാലയൊക്കെ സെറ്റായിട്ടുണ്ടായി. പിന്നെ അതിലേക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി, ഉടയാതെ പൊടിയാതെ മിക്സാക്കി എടുത്തിട്ട് മസാല അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഇനിയിപ്പോൾ ചോറ് വെക്കാൻ നോക്കുകയാണ്. അപ്പോൾ മന്തീൻ്റെ അരി ഒരു 2 മണിക്കൂർ മുന്നേ ഞാൻ കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ പൊതിർത്തു കേട്ടോ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പം ഒരു പാട്ട അരിക്ക് ഒരു പാട്ട വെള്ളം ഒഴിച്ചാൽ മതി, ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 20 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 വെള്ളം ഒഴിച്ചാൽ മതിയാവും. അതിൻ്റെ ഒരു ശരിക്കുള്ള കണക്ക് എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഉള്ളി, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ചെറിയൊരു കഷ്ണം ഇടുക. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലം, നമ്മൾ ഉണക്ക നാരങ്ങ, കുറച്ച് ചെറിയ ജീരകം, പിന്നെ കുരുമുളക്, പച്ചമല്ലി, ഇത്രയൊക്കെയാണ് കേട്ടോ ആ ഒരു എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നത്. ഇതിൽ ഉണക്ക നാരങ്ങയൊക്കെ ഇവിടെ ഉണ്ടായിട്ടോ, അതൊക്കെ ഞാൻ ഇടാൻ മറന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതാവുകയാണെന്നുണ്ടെങ്കിൽ ഇട്ടോളിന്ന് വിചാരിച്ചിട്ട്, മറക്കാണ്ട് ഇട്ടോളി വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ സാധനം ഉണ്ടായി, പക്ഷെ അത് എടുത്തിടാൻ മറന്നു പോയിട്ടോ. ചിലപ്പോൾ അങ്ങനെയാണ്, ഭയങ്കര ഒരു മറവി അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ അതാട്ടോ അതൊക്കെ ഒന്ന് അടുപ്പത്തു നിന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അതിലേക്കുള്ള വെള്ളം ഒഴിച്ചു അരിയൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മളെ ചോറ് അങ്ങോട്ട് ആയിക്കോളും. പിന്നെ നമ്മൾ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഈ അടുപ്പ് കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ ആയത്, അടുപ്പ് വൃത്തിയില്ല, അടുപ്പൊന്ന് നന്നാക്കിക്കൂടെ, ഒന്ന് വൃത്തിയാക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിത് അങ്ങനെ കാര്യമായിട്ട് ഇതാക്കാൻ നിൽക്കായിട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഇനിയിപ്പോൾ നന്നാക്കാൻ നിന്ന ഈ അടുപ്പ് മൊത്തം ഇവിടെ നിന്ന് പൊളിച്ചെടുക്കണം. മൊത്തം പൊളിച്ചെടുത്തിട്ട് രണ്ടാമത് ഉണ്ടാക്കണം. കാരണം അത് അങ്ങനെയാണുള്ളത്. ഇപ്പം ഉള്ളതുപോലെ വെച്ചിട്ട് പേച്ച് വർക്ക് ചെയ്ത് നന്നാക്കാൻ പറ്റൂല. പിന്നെ മണ്ണാണെന്നുണ്ടെങ്കിൽ മണ്ണ് കുഴച്ച് നമുക്ക് പൊട്ടിപ്പൊളിഞ്ഞോടത്തൊക്കെ ഇടാമെന്ന് വിചാരിക്കരുത്. മണ്ണല്ല കേട്ടോ, സിമെൻറ്റും കൊണ്ട് ഒക്കെ കുഴച്ചിട്ടും സിമെൻറ്റും മണലൊക്കെ കുഴച്ചിട്ടതാണ്. അപ്പോൾ അതൊക്കെ പൊടിഞ്ഞതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഉള്ളത് അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ദീമൽ ഷെഡുമ്മൽ ഇനി ഒരു പണിയെടുത്ത് നന്നാക്കാൻ നമ്മൾ മെനക്കെടായിട്ടാണ് കേട്ടോ. ഒന്നാമത്തെ ഉള്ളത് വൃത്തിക്ക് നമ്മൾ കൊണ്ടടക്കുന്നുണ്ട്, അല്ലാതെ ഇത് പൊളിച്ചും ഇതാക്കിയും ഒന്നും വീണ്ടും ഇതാക്കിയിട്ട് നന്നാക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇൻഷാ അള്ളാ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട്, ഈ പ്രാവശ്യത്തെ മഴക്കാലമൊക്കെ കഴിഞ്ഞ് മെല്ലെ വീടിൻ്റെ പണി എങ്ങനെയെങ്കിലും തുടങ്ങണം എന്ന് കരുതുന്നുണ്ട്. പടച്ചോന് അതിലേക്കൊരു മുടക്കങ്ങളൊന്നും ഇല്ലാതെ എത്തിക്കട്ടെ. കാരണം നിങ്ങളെപ്പോലത്തെ നമ്മളറിയാത്ത ഒരുപാട് ആൾക്കാർ, നിങ്ങളെപ്പോലത്തെ എല്ലാവരും ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ എത്രയും പെട്ടെന്ന് ഒരു വീടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളറിയുന്ന ആൾക്കാരും അറിയാത്തവരായിട്ടുള്ളവരും എല്ലാവരും കേട്ടോ. അപ്പോൾ ആ ഒരു പ്രാർത്ഥനകളും ഒക്കെ നമുക്ക് ഉണ്ടല്ലോ. ഇൻഷാ അള്ളാ മഴക്കാലം കഴിഞ്ഞിട്ട് മെല്ലെ തുടങ്ങണമെന്ന് മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനിയിപ്പം ഇതീമൽ ഇനി വെറുതെ ഒന്ന് മെനക്കെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് തീയൊക്കെ നല്ലോണം ഒന്ന് ഉഷാറാക്കി കത്തിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാട്ടോ ഉമ്മ എത്തിയിട്ടുണ്ട്. ഉമ്മ വന്ന പാടന്നെ അകത്ത് കയറാനല്ല കേട്ടോ ഉമ്മ നോക്കണത്, എൻ്റെ വിറകാണ് നോക്കണത്. വിറക് മുറ്റത്ത് അങ്ങനെ കൂട്ടിയിട്ടിക്കല്ലേ, ഞാൻ നാളെ പോകുന്നതിന് മുന്നേ ആ മുറ്റത്തുള്ളത് കൊത്തി അടക്കി തരാമെന്നാണ് കേട്ടോ ഉമ്മ പറഞ്ഞുകൊണ്ട് നിൽക്കണത്. അവിടെ നിന്ന് മുറ്റത്തുനിന്നേ അതവിടെ കൂട്ടിയിട്ടത് കാണുന്നുണ്ടല്ലോ. അല്ലെങ്കിലും നമ്മളെ ഉപ്പയും ഉമ്മയോ ഓരോ അങ്ങനെ തന്നെയാണല്ലോ, ഓരോടാണ് നമുക്ക് ധൈര്യത്തിൽ എന്തെങ്കിലും ഒരു നമുക്ക് പറയാൻ
പറയാനോ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക അല്ലേ, ഉപ്പ ഉമ്മ അവരുള്ള ആ ഒരു കാലം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു തന്നെയാണല്ലോ. അത് ഇല്ലാത്തവർക്ക് അതിൻ്റെ വേദനയും കാര്യങ്ങളും അറിയുന്നുണ്ടാവും. ഉള്ള നമ്മളെ ഉപ്പമാർക്കും ഉമ്മമാർക്കും എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തൊക്കെ നൽകട്ടെ അല്ലേ. എന്തായാലും നമുക്ക് പടച്ചോനോട് അങ്ങനെ പറയാം. അപ്പോൾ ഉമ്മ അതാണ് കേട്ടോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം അപ്പോഴത്തേക്കും നമ്മളെ ചോറിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കേട്ടോ അതൊന്ന് ദമ്മിട്ട് എടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു 2-3 പച്ചമുളകും ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുകയ്ക്കലില്ല കേട്ടോ ചോറ്. എനിക്ക് ഇവിടെ ആർക്കും അതിനോടൊരു താല്പര്യമില്ല, ചോറിൽ പുക ചുവയ്ക്കണത് അതിഷ്ടമല്ല കേട്ടോ. ചാർക്കോൾ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാതെ കരി ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ അതൊന്ന് അടുപ്പിൽ നിന്ന് കണലൊക്കെ കോരിയിട്ട് ഒന്ന് ചോറ് ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ചോറുമായി അതുപോലെ മസാലയും ആയിട്ടുണ്ട്. പിന്നെ ജ്യൂസും നിച്ചുമോൾ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് വേഗം എണ്ണക്കടി ചുടലാണ്. അപ്പോൾ അത് ഞാൻ എണ്ണച്ചട്ടി വെച്ചിന് ഉമ്മാനോട് വർത്താനവും പറയുന്നുണ്ട്, പിന്നെ പണിയും എടുക്കുന്നുണ്ട്. ഉമ്മാനെ കൊണ്ട് പണി എടുപ്പിക്കാതെ ഉമ്മാനെ അവിടെ ഇരുത്തിയതാണ് കേട്ടോ ഞാൻ. മക്കളുണ്ട്, മക്കൾക്ക് പിന്നെ ഉമ്മാനെ കണ്ടാൽ ഉമ്മാൻ്റെ ഫോണും അതും ഇതുമായിട്ട് ഓരങ്ങനെ നടന്നോളൂ കേട്ടോ. ഫോണാണ് നാഫിമോനക്കൊക്കെ പിന്നെ ഫോൺ കിട്ടിയാൽ മതി. ഉമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓൻ ഉമ്മാനെ കൂട്ടാൻ പോയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുട ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഓനെ ഞാൻ കുടയും കൊണ്ട് പറഞ്ഞു വിട്ടതാണ് മേലേക്ക്. അപ്പോൾ ദാ ഓരവിടെ ഇരിക്കുന്നുണ്ട്. ഇക്കയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും. അപ്പോൾ ഞാനിതാട്ടോ വേഗം നമ്മളെ മസാല ബോണ്ട ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇറച്ചി ഇട്ടിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ ആ ഒരു ചെറിയ അടുപ്പിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എണ്ണ ചൂടായി കിട്ടൽ കുറച്ചൊരു എണ്ണ നല്ല ചൂടോടുകൂടെ ആകുമ്പോൾ നല്ല ഇതുണ്ടാവും. അപ്പോൾ ഞാൻ വലിയ അടുപ്പിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ഇവിടുന്ന് നമ്മളെ ട്രൈപ്പാഡ് വെക്കൽ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ നിച്ചുമോളെ കൊണ്ട് അങ്ങനെ വീഡിയോ ഒക്കെ എടുപ്പിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതാ ഫസ്റ്റത്തെ ട്രിപ്പ് ചുട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ട് അങ്ങോട്ട് എടുത്താൽ എന്താ പറയുക, ആ ഒരു പണിയും കൂടെ കഴിയും. പിന്നെ വേഗം ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഒന്ന് ഇട്ടാൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേക്കും എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് കേട്ടോ. പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേഗം പോയിട്ട് പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുവരെ പെരങ്ങിയിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ ഒന്ന് ഞാൻ വേഗം ഒന്ന് കഴുകി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത്ര കുറഞ്ഞ് കിട്ടുമല്ലോ. ഇനി എല്ലാം കൂടെ കൂട്ടി വെച്ചാൽ അത് ഒരുപാടാവും. അപ്പോൾ ആ ഒരു വെള്ളം തിളയ്ക്കുന്ന ടൈമിൽ ഞാൻ വേഗം പോയി പാത്രം കൂടെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രണ്ടാമത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഉണ്ടാവും കേട്ടോ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഉമ്മയും ഇക്കയും കൂടെ അവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനിതാ ബാക്കിയുള്ള കടികളൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ കാര്യമായിട്ട് ഭയങ്കര വർത്താനത്തിലാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോഴാണ് തിരിയുന്നത്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണല്ലോ, കടി ചുടുകയാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വീഡിയോയിലാണ് കേട്ടോ കാണുന്നത്. ഇക്ക അപ്പുറത്തുണ്ട്, ഇക്കാനെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. പിന്നെ മക്കളും ഉണ്ട്, പിന്നെ ഉമ്മാൻ്റെ ഫോണിലാണ് കേട്ടോ ഓര്. എന്തായാലും ഒരു പെട്ടെന്ന് കാര്യം വരിക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. ഇനിയിപ്പോൾ ആരെങ്കിലും വരുമ്പോൾ നമുക്കൊരു ഭയങ്കരമായ എന്താ പറയുക ഒരു സന്തോഷമാണല്ലേ. ഉമ്മാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് വന്നതാണ് കേട്ടോ. വരണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഇല്ല. ഞാനങ്ങനെ വിളിച്ച് വരീന്ന് പറഞ്ഞ് സ്വൈര്യം കൊടുക്കാണ്ടായപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. ഉപ്പച്ചിനോട് ചോദിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു. അനിയത്തി എന്ന് പറഞ്ഞിട്ട് തന്നെ ഇല്ല കേട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഓള് വിളിച്ചപ്പോൾ പറയുന്നുണ്ട്, റിഫ മോളെ ഓരൊക്കെ ഉമ്മാൻ്റെ കൂടെ അങ്ങനെ വരുന്നതാണല്ലോ. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് എന്താ വന്നത്, ഉമ്മ നേരത്തെ വിളിച്ചപ്പോൾ ഉമ്മ മീനങ്ങാടി ആയിരുന്നല്ലോ എന്നൊക്കെ ഓള് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഞാൻ ഉമ്മാനെ വിളിച്ച് വരുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉമ്മ വന്നതുകൊണ്ട് എൻ്റെ വിറകിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. വലിയതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. അതൊക്കെ പിന്നെ നാളെ രാവിലെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നതാണ്. ഇന്നിപ്പോൾ നോമ്പും അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കുറേ വർത്തമാനങ്ങൾ തന്നെ പറഞ്ഞിരിക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ വേഗം കടിയും കൂടെ ചുട്ടെടുത്തു. പിന്നെ ഞാൻ കുറച്ച് കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് കേട്ടോ. എനിക്ക് ഞാൻ എന്താ പറയലുണ്ടല്ലോ, എനിക്ക് ആ ഒരു ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങാറാണ് എന്ന്. അപ്പോൾ എല്ലാം ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ എല്ലാം ആയിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ടും ബാങ്ക് കൊടുക്കാൻ സമയം കുറച്ചും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം നേരത്തെ ആയി. അടുക്കളയൊക്കെ വൃത്തിയാക്കി ഞാൻ പാത്രമൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതിനു നാസിമോന് അതിൻ്റെ ഇടയിൽ നോമ്പ് തുറക്കണുണ്ട് കേട്ടോ. പിന്നെ ഓനിക്ക് പിന്നെ ബാങ്ക് കൊടുക്കാനുള്ള നേരമൊന്നുമില്ല. ഇവിടെ കലണ്ടറിലേ ബാങ്ക് കൊടുക്കുന്ന സമയം തരണോണ്ട് നിൽക്കുകയാണ്. ഈ നോമ്പിനാണല്ലോ നമ്മൾ കറക്റ്റ് ബാങ്കിൻ്റെ ടൈം നോക്കുക. അപ്പോൾ ഏകദേശം ഇനിയും ഉണ്ട് ഒരുപാട് സമയം. അപ്പോൾ ഞാൻ പറയാം കേട്ടോ, നേരത്തെ തന്നെ എണ്ണക്കടി ചുടണ്ടില്ലേനു എന്നുള്ളത്. ആ ചൂടോടുകൂടെ കഴിക്കാനാണല്ലോ ടേസ്റ്റ്.
പിന്നെ നമ്മളെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്കും ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുകയാണ്. എല്ലാവരും ഇരുന്ന് നോമ്പ് തുറക്കുകയാണ് കേട്ടോ. ജ്യൂസും ബോണ്ടയും ചിക്കൻ ഇട്ടുണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഒഴിച്ചൊക്കെ കൊടുത്ത് ഉമ്മാക്കൊക്കെ കൊടുത്തു. ഞങ്ങൾ എല്ലാവരും ഇരുന്ന് നോമ്പ് തുറക്കുകയാണ്. റമളാനെന്നെ ഓർമ്മ ആവട്ടെ അങ്ങനെ. ഇതേപോലെ തന്നെ ഞാൻ വല്ലപ്പോഴും എണ്ണക്കടി ചിലപ്പോൾ വൈകുന്നേരം എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലും നാസിമോന് ചോദിക്കും കേട്ടോ ബാങ്ക് കൊടുക്കണ്ടേന്ന്. അപ്പോൾ ഓനിക്ക് ആ ഒരു ഇത് എന്താ പറയുക, നോമ്പിനാണ് ഉമ്മച്ചി ഇങ്ങനെ കടി ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ഇത് കുട്ടിക്കും അറിയാൻ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ നമ്മളങ്ങനെ കാര്യമായിട്ട് എണ്ണക്കടി എപ്പോഴും ഉണ്ടാക്കലില്ലല്ലോ, ആകെ നോമ്പിന് മാത്രമാണ് ഉണ്ടാക്കുക. പിന്നെ വല്ലപ്പോഴും ഒരു പക്കവടയോ പഴംപൊരിയോ മാത്രം എപ്പോഴെങ്കിലും ഒന്ന് ചുട്ടാലായിട്ടോ. ഇനിയിപ്പോൾ ബേക്കറി ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് ചായ കുടിക്കും. ഇനി അതല്ലെങ്കിൽ എന്താ പറയുക, രാവിലത്തെ കടി ഉണ്ടെങ്കിൽ മക്കൾ സ്കൂളിൽ വന്നാൽ അത് കൂട്ടിയിട്ടൊക്കെ കഴിക്കുക. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, പിറ്റേന്നൊക്കെ ആയാലും നമ്മൾ എണ്ണക്കടി ഉണ്ടാക്കി തിന്നുമ്പോൾ ചോദിക്കും കേട്ടോ, ഇമ്മച്ചി ഇന്ന് നോമ്പാണോ എന്നുള്ളത്. അപ്പോൾ നമ്മളതാ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന് അങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. പിന്നെ പുതുതായിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നുണ്ട്. എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വയനാട് ബാവലിയാണ് കേട്ടോ നമ്മളെ സ്ഥലം. ബാവലിയിലാണ്, മാനന്തവാടി ആ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കണ ആ ഒരു ടൈമിൽ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ എണീറ്റ് നമ്മളെ നിസ്കാരം ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ഒരു 9 മണി 9:30 ആ ഒരു ടൈമിലാണ് കേട്ടോ ഞങ്ങൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇക്കാക്ക് വേറൊരു മൗലൂദും പരിപാടി ഉണ്ടായിട്ട് ഇക്ക അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനും ഉമ്മയും മക്കളും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ചോറ് മയോണീസും കൂടെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിച്ചുമോള്. ഓർക്ക് പിന്നെ മന്തി ഉണ്ടാക്കിയാൽ മക്കൾക്ക് പിന്നെ മയോണീസ് വേണം. അപ്പോൾ നിച്ചു തന്നെ മുട്ടയും കൊണ്ടൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പാലും കൊണ്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഈ വോയിസ് ഞാൻ കൊടുക്കുന്നത് ഒരു ഉച്ച ടൈമിലാണ് കേട്ടോ. ഈ നാസിമോൻ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും ഇതൊന്ന് പറഞ്ഞ് തീർക്കട്ടെ ചോദിച്ചിട്ട് ചെക്കൻ സമ്മതിക്കണമെന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉമ്മയാണ് കേട്ടോ എനിക്ക് പാത്രമൊക്കെ കഴുകി തന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.